നമസ്കാരം. ഞാനൊരു തമിഴ് സിനിമ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി പോയിട്ടുണ്ട്. 2017 റിലീസായ ഒരു സിനിമയാണ്. പക്ഷേ അധികം ആരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ട് ഇതിനെപ്പറ്റി അറിയുന്നതും ഇന്നാണ് ഇന്ന് കാണുന്നതും. കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിപ്പോയി. നല്ലൊരു സിനിമ. ഇതിൻ്റെ സംവിധായകനും പ്രൊഡ്യൂസറും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നായകനായിട്ടുള്ള ആളും ഒക്കെ ഒരാളാണ്. ജയപ്രകാശ് രാധാകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ ഇതിലങ്ങനെ വലിയ കാസ്റ്റിംഗ് ഒന്നുമില്ല. ഒന്ന് ജയപ്രകാശ് രാധാകൃഷ്ണൻ, പിന്നെ ഒരു വിനുത ലാൽ, മിഷ ഘോഷൽ, ആനന്ദസ്വാമി, 4 പേരാണ് മെയിനായിട്ട് വരുന്നത്. ഇതൊരു എന്താ പറയുക, മസ്റ്റ് വാച്ച് സിനിമ തന്നെ വേണമെങ്കിൽ പറയാം. ചെറിയ കാസ്റ്റാണ്, ചെറിയ രീതിയിൽ എടുത്തിട്ടുള്ളൊരു സിനിമയാണ്. ഭയങ്കര എന്താ പറയുക, എക്സൈറ്റ് ചെയ്യിക്കുന്നൊരു സിനിമ. അങ്ങനെ ഇപ്പം പറയാം ഭയങ്കര ത്രില്ലിങ്ങോ ഭയങ്കര രക്തക്കളമായിട്ടുള്ള സിനിമയോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഭയങ്കര ഡീസൻ്റായിട്ട് നല്ല വൃത്തിക്ക് ഇരുന്ന് നമ്മൾ ഒറ്റ ഇരിപ്പിൽ കണ്ടു തീർക്കും എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലുള്ളൊരു സിനിമയാണിത്. ഇത് ഒരു 2015, 16 അല്ലെങ്കിൽ 17 കാലഘട്ടങ്ങളിലൊക്കെ ആ ഒരു സമയത്ത് ഫേസ്ബുക്കും അതുപോലെ സ്കൈപ്പ് വീഡിയോ കോളിങ്ങും പരിപാടികളൊക്കെ വന്ന ആ ഒരു സംഭവം, അതിനൊക്കെ ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ പറഞ്ഞു പോകുന്നൊരു കഥയാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പോൾ ഈ നായകൻ ഇതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇയാൾ ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മകളെയും കുഞ്ഞിനെയും വൈഫിനെയൊക്കെ പുറത്ത് നിർത്തിയിട്ട്, മീൻസ് വീട്ടിൽ അയാളൊരു റൂമിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് അയാൾ എന്താ പറയുക സ്കൈപ്പിൽ വീഡിയോ കോൾ ചെയ്ത് കണ്ട് ചില കുൽസിത പ്രവൃത്തികളൊക്കെ നടത്തുന്നതായിട്ടാണ് നമ്മൾ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് അങ്ങനെയാണ്. അതേ ഈ വീഡിയോ കോളിൽ ഇയാൾ കാണിക്കുന്ന ഈ കുൽസിത പ്രവൃത്തികളും തന്നെയാണ് ഈ സിനിമയുടെ എൻഡ് വരെ ഇതിൻ്റെ കഥ പറഞ്ഞു പോകുന്നത്. അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഞാൻ ഒരുപാട് എന്താ പറയുക ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ പൊളിക്കുന്നില്ല. ഇയാൾ മറ്റൊരാളുമായിട്ട് ഇതുപോലെ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്ത് വീഡിയോ കോൾ ചെയ്യുന്നതും ആ ചെയ്തിട്ട് പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളായിട്ടുണ്ടാകുന്നത്. അതൊരു വേറെ ലെവലിൽ കൊണ്ടുപോയിട്ടുണ്ട് ആ സംഭവം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല രസമായിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 1 hour അല്ല 1.5 hours നമുക്ക് കറക്റ്റ് കാര്യം പിടികിട്ടൂല, എന്താണ് സംഭവം, ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത്. പക്ഷെ പിന്നീട് നമുക്ക് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും ഇതിങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം. അത് ഓക്കെയാണ്. പക്ഷെ അതുവരെ വളരെ നൈസായിട്ട് എങ്ങനെ പോയാലും എൻഡിങ്ങും ഒക്കെ വളരെ നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പടം. ചെറിയ ബഡ്ജറ്റിലുള്ള പടമാണ്, പക്ഷെ വളരെ നല്ലൊരു പടമാണ്. ഞങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. മൂവി സജഷൻ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.